1623 മുതൽ 1659 വരെ മധുര ഭരിച്ചിരുന്ന നായക രാജവംശത്തിലെ രാജാവായ തിരുമല നായക രാജാവ് 1636 സ്ഥാപിച്ച 17-ാം നൂറ്റാണ്ടിലെ കൊട്ടാരമാണ് തിരുമലൈ നായക് കൊട്ടാരം. ഇന്ന് കാണുന്ന കെട്ടിടം രാജാവ് താമസിച്ചിരുന്ന പ്രധാന കൊട്ടാരമായിരുന്നു. യഥാർത്ഥ കൊട്ടാര സമുച്ചയം ഇന്നത്തെ ഘടനയേക്കാൾ 4 ഇരട്ടി വലിപ്പമുള്ളതായിരുന്നു. ഈ കൊട്ടാരത്തിൻ്റെ പ്രതാപകാലത്ത് ദക്ഷിണേന്ത്യയിലെ അത്ഭുതങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെട്ടിരുന്നു. മധുര പട്ടണത്തിലെ മീനാക്ഷിയമ്മൻ ക്ഷേത്രത്തിന് 2 കിലോമീറ്റർ തെക്ക് കിഴക്കായാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. കലാചരിത്രകാരന്മാർ ഈ കൊട്ടാരത്തെ അതിൻ്റെ നായക ശൈലിയിലുള്ള വിജയനഗര വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമായി കണക്കാക്കുന്നു. യൂറോപ്യൻ വാസ്തുശില്പികളുടെയും കരകൗശല വിദഗ്ധരുടെയും ഇടപെടലും പാശ്ചാത്യരുടെ കലാപരമായ സ്വാധീനവും ഇതിൽ കാണുന്നുണ്ട്. കൊട്ടാരം 2 പ്രധാന ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു, അതായത് സ്വർഗവിലാസം, രംഗവിലാസം എന്നിങ്ങനെ. രാജവസതി, തിയേറ്റർ, ആരാധനാലയം, ആയുധപ്പുര, പല്ലക്ക് വയ്ക്കാനുള്ള സ്ഥലം, ക്വാർട്ടേഴ്സ്, കുളം, പൂന്തോട്ടം എന്നിവ ഈ 2 ഭാഗങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു. മുറ്റവും നൃത്തശാലയുമാണ് കൊട്ടാരത്തിൻ്റെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങൾ. സ്വാതന്ത്ര്യത്തിനു ശേഷം തിരുമലൈ കൊട്ടാരം ദേശീയ സ്മാരകമായി പ്രഖ്യാപിക്കുകയും ഇപ്പോൾ തമിഴ്നാട് പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണത്തിലുമാണ് ഈ കൊട്ടാരം. ദിവസവും സന്ദർശകർക്കായി തുറന്നു കൊടുക്കുന്നുണ്ട്. പല സിനിമകളും കൊട്ടാരത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. മണിരത്നത്തിൻ്റെ ബോംബെയിലെ കണ്ണാളനെ എന്ന ഗാനം, ഗുരു സിനിമയിലെ തേരെ ബിന എന്ന ഗാനം, വിക്രം നായകനായ ഭീമ എന്ന സിനിമയിലെ രഹസ്യ കനവുകൾ എന്ന ഗാനവും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ചിലപ്പതികാരത്തിൻ്റെ കഥ തമിഴിലും ഇംഗ്ലീഷിലും അവതരിപ്പിക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോകൾ കൊട്ടാരത്തിൽ അവതരിപ്പിക്കാറുണ്ട്. Panjang loh.